ഒക്കെ വാചേടിയല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? അത് നോക്കിയേ, ഇവിടുത്തെ ഏറ്റവും പോഷ് ഹോട്ടലാ ഹോട്ടൽ ഗ്രാൻഡ്. 5 സ്റ്റാറാ. എന്ന് വെച്ചാ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ കാശുകാരൊക്കെ വന്ന് താമസിക്കുന്ന ഹോട്ടലാ. അടുത്ത ആഴ്ച അവിടെയാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹണിമൂൺ കോട്ടേജിന് രൂപ എത്രയാണെന്നറിയാമോ? 30,000 റുപ്പീസ്. 30,000. അയ്യോ, ഒരു ദിവസത്തേക്കാണോ? ഒരു ദിവസത്തേക്കല്ല, ഒരു വർഷത്തേക്ക്. ഇങ്ങനൊരു കുട്ടിയായി പോയില്ല നീ. കൊച്ചെ ചാൾസ് രാജകുമാരൻ വരെ താമസിച്ചിട്ടുള്ള ഹോട്ടലാ. ഒരു ദിവസത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്ക്. ഒരു കൊച്ചു രാജകുമാരനും രാജകുമാരിയൊക്കെ ആവണ്ടേ നമുക്ക്? അതിന് ഇത്രയധികം പൈസ ഉണ്ടോ നമ്മുടെ കയ്യില്? നീ എന്താ നിന്റെ ഏട്ടനെ കുറിച്ച് വിചാരിച്ചേ? എന്റെ ബോസിന്റെ വക നമുക്കുള്ള ഹണിമൂൺ ഗിഫ്റ്റ് ആയത്. എ ബ്യൂട്ടിഫുൾ പെലേഷ്യൽ റൂം. മൂപ്പർക്ക് ചില അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടുന്ന. ഈ കളയുന്ന പൈസ നാട്ടിൽ കിട്ടിയ സ്വർഗം പോലൊരു വർഷം കഴിയാ. എന്താ ഇത്? ഈ കാക്കാക്ക് ഈ കുളുക്കുളെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്താ ഇത്? ബംഗാളിയാ? അതെ, നാട്ടിൽ ഇപ്പൊ നല്ല കൂടച്ചക്കയുടെ സീസണാന്ന് പറയായിരുന്നു പുള്ളി. चलो एक बार नामते हैं जो तो शो हैंग लगलो जूते जाए. ഒരു വായി നോക്കി ഇറങ്ങിക്കോളൂ. സൂക്ഷിച്ച്. Let's do one thing. Telecast the footage in the news hour. Hope somebody will identify the girl and contact us. No, it's not a problem. Yeah. Okay. ഒന്നും ഇല്ലടോ, ഞാനും ആ വഴിക്കാ. ഒരു കൈ തന്നിട്ട് പോടോ. ദീപു, ജസ്റ്റ് ഹോൾഡ് ഓൺ. ഇതെന്താങ്ങളെ ഒരു ചന്തക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. ചിലരങ്ങനെയാ. വീട്ടു പഠിക്കൽ എത്ര നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാലും ഈ ഹൗറ ബ്രിഡ്ജിലെ പൊടിയടിച്ച സാധനങ്ങൾ തിന്നാനാ എന്റെ പെണ്ണ് പിള്ളക്ക്. അതെ, നിങ്ങളുടെ സെക്രട്ടറി ഇതൊക്കെ ചുമന്ന് അടുക്കളയെ കൊണ്ടുവയ്ക്കുന്നതിൽ അവൾ ഒന്ന് അഹങ്കരിക്കുന്നുണ്ടാവും. അത് ശരി. അപ്പൊ ആന്റി ഞാനൊന്ന് കാണട്ടെ. പുറത്തിറങ്ങിയ ആന്റിയെ കുറ്റം പറച്ചില്ല അങ്ങളുടെ പരിപാടിയല്ലേ? അയ്യോ, നീ എന്റെ ഗോതമ്പ് കഞ്ഞൂടി മുട്ടിക്കില്ലേ? ആരുടെ കഞ്ഞൂടി മുട്ടിക്കണ കാര്യം ആ സെക്രട്ടറി? ഇതാര് ജോണോ? ഒന്നും പറയണ്ടടോ. എന്താ സെക്രട്ടറി, ഇത്തവണ VS പിണറായും PBക്ക് വന്നിട്ട് കഞ്ഞി കുടിക്കാൻ വീട്ടിലേക്ക് വന്നില്ലേ? ഇത്തവണ കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നില്ലല്ലോ PBയില്. ക്ലാവർ കൊല്ലാൻ ആരോധിക്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിട്ട കേറി വെട്ടും. മമ്മാ, കമന്റ് ഒന്നും വേണ്ട, അങ്ങ് കളിച്ചാ മതി. അപ്പൊ ഗുലാൻ ഒതുക്കി ആളെ പിടികിട്ടി. എന്നാ പിന്നെ ഈ ഡൂക്ലി അങ്ങ് പോയിട്ട് വരട്ടെ. എന്നീ താഴെ അങ്ങിരിക്കട്ടെ. ഈ പിടി മമ്മ തന്നെ വെച്ചോ. എന്താ ചായ അങ്ങേരി പറയുന്നേ? അയാളുടെ ആ പരിപാടികൾക്ക് TV കാണിക്കണമെന്ന്. ബെസ്റ്റ്. ആ പാവം സ്ത്രീ എത്ര നേരമായിന്നറിയോ അവിടെ കിടന്ന് അലർന്നേ. ഇതെന്താടി പ്രേതങ്ങളെ പോലെ കൊമ്പൊക്കെ ആയിട്ട്? നിനക്കൊന്നും പഠിക്കാനില്ലേ? എന്റെ അച്ചായ 24 മണിക്കൂറും പഠിച്ചോണ്ടിരുന്നാലേ ദാണ്ടെ അതുപോലെ എടുക്കാൻ വട്ടാവും. അതെടുത്താ ബാത്റൂമിൽ ഈ മമ്മ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കാത്ത ചെവിന്ന് വിട്, അത് പറഞ്ഞു പോടാ. പറഞ്ഞങ്ങോട്ട് പോട്ടെ. എന്തായാലും നീ കെട്ടിക്കാനൊന്നും പോണില്ലേ? പോരുന്ന് പഠിച്ചിട്ട് പിള്ളേരെ. അതെ, അച്ചാച്ചൻ വലിയ ഭരിക്കൊന്നും വേണ്ട. സാറ്റർഡേ നൈറ്റ് ചീട്ട് കളിക്കാനുള്ള പെർമിഷൻ അപ്പായെ തന്നിട്ടുള്ളതാ. എന്നാ അപ്പ ഇല്ലാത്തപ്പ വീട് ഭരിക്കാനുള്ള പെർമിഷൻ കുഞ്ഞുനാളിൽ അപ്പ എനിക്ക് തന്നിട്ടുള്ളതാ. അല്ലേ ആനിയമ്മേ? ദാണ്ട് അപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരാളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാടി വെറുതെ ആവശ്യമില്ലാത്ത സബ്ജക്ട് എടുത്തിട്ടെ? ഡേ, ബാക്കിയുള്ളവൻ കാനത്ത് മുഴുവൻ കിടന്ന് തൊണ്ട തുറന്നിട്ട് വരികയാ. നീ പോയി തിരിച്ച് ചായ എടുത്തിട്ടൊന്ന്. മമ്മ അവിടെ ഇരി. ഇവളുമാരൊക്കെ പിന്നെ എന്തിനാ വളർത്തുന്നേ? ചായ ഉണ്ടാക്കി തരാനാണോ ഞങ്ങൾ വളർത്തണേ? പിന്നല്ലാതെ. അതിനുള്ള ആളെ വേഗം നോക്കിക്കോണം. പുറകിലേ 2 വണ്ടി ക്യൂ നിക്കുവാ. അത് ശരി. ഇവളുമാര് പറഞ്ഞോണ്ട് വരുന്ന എന്താന്ന് മമ്മയ്ക്ക് പിടികിട്ടിയ? അത് പിന്നെ എന്തോ പിടികിട്ടാനാ? സിഗ്നല് കിട്ടിയിട്ടും നീ ഇങ്ങനെ അരപ്പിച്ചോണ്ട് പമ്മി നിക്കാതെ ഒന്നുകിലും ഓടിച്ചോണ്ട് പോണം. അല്ലെങ്കിൽ ഇവളുമാരെ കേറി ഓവർടേക്ക് ചെയ്യുന്നു. അജിച്ചാച്ചൻ വിഷയം ഒന്നും മാറ്റണ്ടോ? കണ്ട, അവിടെ ബാധ ഒഴിപ്പിക്കൽ തുടങ്ങി.
ഇങ്ങനെ ഒരു ഇടത്തേക്ക് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ആരെങ്കിലും പറഞ്ഞയക്കൂ? എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വിറ്റുവർക്കി വേറെ എവിടെയെങ്കിലും പോവാന്ന് കേൾക്കില്ല. പപ്പയുടെ സെന്റിമെന്റ്സും പറഞ്ഞ് എത്ര നാളെങ്ങനെ ടോളറേറ്റ് ചെയ്യണു? അജിചാച്ചൻ എന്തിനാ മമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഇന്ന് ഫെഡറേഷൻ കപ്പ് മുഹമ്മദൻസ് നേടിയെന്ന് അറിഞ്ഞപ്പോ മുതല് മമ്മ നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. അപ്പ മുഹമ്മദൻസിന് വേണ്ടി ഗോൾ അടിച്ച ദിവസം ഈ ഫ്ലാറ്റിൽ അവര് പാർട്ടി നടത്തിയ കാര്യമൊക്കെ പറഞ്ഞ് മമ്മ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു ഈ ചീട്ടുകളി. ഇനി ഇത് മതി ബേബി ഷൂട്ട് ചെയ്യാൻ. സോറി മമ്മ. ഏയ്, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല. മൈ ഡേർട്ടി ടങ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. മമ്മ, ഐ എം സോറി. എനിക്കറിയാം മമ്മയ്ക്ക് ഈ ഫ്ലാറ്റിനോടുള്ള സെന്റിമെന്റ്സ്. അപ്പയുടെയും അമ്മയുടെയും ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാന്നും ഒരുപാട് മെമ്മറീസ് മമ്മയ്ക്ക് ഇവിടെ ഉണ്ടെന്നും. പക്ഷേ ഈ ബാധ ഒഴിപ്പിക്കലും മന്ത്രവാന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ഓക്കേടാ, ഞാനും ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറണം, പെൺകുട്ടികള് വളർന്നു വരികയല്ലേന്നൊക്കെ. അപ്പയുടെ ആകെയുള്ളൊരു സമ്പാദ്യം. അമ്മ ദാണ്ട് ഈ മമ്മയുടെ ഒരു കാര്യം. എടി, ഇവിടെ വാടിയുള്ളവരെ, ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുന്നു. ഇനി ഈ ഫ്ലാറ്റ് വിട്ട് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. പോരെ? കറണ്ട് പോയതാ. ആ, നിർത്തിയോ? ഇത് ആർക്കാണ്ടും വേണ്ടി നടക്കുന്ന പോലെ ഉണ്ടല്ലോ. മതിയടാ, ബ്രീത്ത് കിട്ടുന്നില്ല. എന്നാ മമ്മ ഒരു കാര്യം ചെയ്യും, അവരുടെ കൂടെ പോയി നിന്ന് ചിരിക്കേ, കുറച്ച് റിലാക്സ്ഡ് ആവും. അയ്യേ, ചിരിക്കവര് നമ്മുടെ നാട്ടിലിതിനെ ഇളിക്കാന്നാ പറയാ. ഈ ഇളിയും ചിരിയൊക്കെ റിലേറ്റീവ്സ് ആയിട്ട് വരും. വകയിലെ ചേട്ടനാനിയന്മാരെ പോലെ, കസിൻ ബ്രദേഴ്സ്. ഹലോ, 1 സെക്കൻഡ്. ദീപുവാ. ഹലോ ദിബു, ഗുഡ് മോർണിംഗ്. Yesterday, you told me about the Malayali girl, right? Yeah. Malayali girl. The Malayali girl has been found locked in a lodge near my home. Uh-huh. Can you come? I'll be there within an hour. Okay. Thank God. എന്നാടാ കാലത്ത് ദൈവത്തെ വിളിക്കുന്നേ? മമ്മ പോയേക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഡോബി ഹട്ടിൽ ഒരു മലയാളിയുടെ ഡെഡ് ബോഡി കണ്ടുവന്ന്. അയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇതാ ഇന്ന് കാലത്ത് ദിബുവിന്റെ വീടിന്റെ അടുത്തുള്ള സ്ട്രീറ്റില് ഒരു മലയാളി പെൺകുട്ടിയെ ലോഡ്ജ് റൂമിൽ ലോക്ക് ചെയ്ത പോലെ കണ്ടെന്ന്. മേ ബി ദ സെയിം ഗേൾ. ആ കുട്ടിയും അയാളുടെ കൂടെ മരിച്ചാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പണ്ടാറടങ്ങാൻ. ചേടാ, ഒന്ന് ഉന്തി കിട്ടാൻ ഒരു ഈച്ചയെ പോലും കാണുന്നില്ലല്ലോ. ഏയ് ദാദാ, एकटू टेले दिन ना. ദൈവാധീനം. ധന്യവാദ് ദാദാ. എനിക്കൊരു ലിഫ്റ്റ് തരാമോ? ആഹാ, മലയാളിയാണോ? പിന്നെന്താ, കയറിക്കോളൂ. എവിടെയാ? ബഹാല ഭാഗത്തേക്കാ? ഞാൻ അവിടം വരെ ഉള്ളൂ. നേരെ ഇരുട്ടിയ പിന്നെ ഞാൻ ഈ വഴിക്ക് വരാറില്ല. എപ്പ വന്നാലും എന്തെങ്കിലും ഒരു തട്ടുകേട് ഉറപ്പാ. ഏത് വഴിക്കാ പോകേണ്ടത്? നിങ്ങളുടെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കാ? നിങ്ങളുടെ വീട്ടിലല്ലേ എന്റെ ഭാര്യ ഉള്ളത്? നീ കുറച്ച് വെള്ളം നിർത്തേ. ഞാനൊരു സ്വപ്നം കണ്ടതാ. ആ പെൺകുച്ചിന്റെ ഭർത്താവ് മോർച്ചറി കിടക്കണ മാതിരി. എന്റെ അമ്മോ, ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ അതും ഇത് ആലോചിച്ച് കിടന്നിട്ടാ. എന്താ അത്? പാവം ഒച്ചയായിട്ട് അതുകൂടെ പേടിച്ചോളന്ന് കാണും. മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട്
7ാം ക്ലാസ്സിൽ തോറ്റ പെണ്ണിന് ഇന്നത്തെ കാലത്ത് ഏത് ഉദ്യോഗസ്ഥനെ കിട്ടാനാ? ഇപ്പോഴല്ലേ മനസ്സിലായത് അതാ ഇവിടെ വരുന്ന ആലോചനകളൊന്നും നടക്കാത്തേന്ന്. നടന്നാലും നടന്നില്ലേലും അടുത്ത ആഴ്ച ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ആ കച്ചവടം നടന്നിട്ട് വീടും പറമ്പ് ഒഴിഞ്ഞു കൊടുത്തില്ലേ നാണക്കേടല്ലേ? അവളെ ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കാതെ എങ്ങനെയാടാ? എത്ര നാളായിട്ട് ഞങ്ങളിത് പറയുന്നു, എന്നിട്ട് നടന്നോ? അതെങ്ങനെയാ? പെണ്ണിന് ചില്ലറക്കാരിയൊന്നും പോരല്ലോ. ആ കോൺവെന്റിലെ സിസ്റ്ററെ ഏൽപ്പിക്കാം. ഹോസ്റ്റൽ ഫീ കൊടുത്താൽ മതിയല്ലോ. അവിടെ കൂടെ കൂടെ സമൂഹ വിവാഹമൊക്കെ നടക്കുന്നല്ലേ. വെറുതെ വേണ്ട, അവളുടെ പേര് കുറച്ച് പൈസ ബാങ്കിലിട്ടേക്കാം. പണം കൊടുത്ത് അങ്ങനെ ഒഴിവാക്കാവുന്ന ബന്ധമാണോ? എന്നാ വേണ്ട, അവളെയും കെട്ടിപ്പിടിച്ചിരുന്നു. അല്ലാതെ പിന്നെ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമുള്ളപ്പോഴല്ലേ അമ്മച്ചി കൊണ്ടുപോകാൻ നോക്കൂ. കിടന്നു പോയാൽ പിന്നെ സണ്ണിച്ചാൻ പറഞ്ഞ പോലെ വല്ല അസുഖം വന്ന് കിടപ്പിലാൽ ആന്റി അമ്മച്ചി ഇവിടെ ആരും നോക്കും? ഞാൻ വല്ല ചെക്കനെ കല്യാണം കഴിച്ച് നാളെ അങ്ങ് പോകും. അതോർത്തോ? സണ്ണിച്ചാൻ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തോളൂ. ഞാൻ നാളെ തന്നെ മഠത്തിലേക്ക് മാറിക്കൊള്ളാം. അധിക ദിവസം മഠത്തിൽ കഴിയേണ്ടി വന്നില്ല. എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആള് എന്നെ തേടി വന്ന പോലെ. സാർ അവധിക്ക് വന്നപ്പം ആന്റി അമ്മച്ചോട് ഈ ആലോചനയൊന്ന് സൂചിപ്പിച്ചതാ. ചെക്കന് നാട്ടിൽ വേണ്ടപ്പെട്ടവരാരും ഇല്ലെന്ന് കേട്ടപ്പം പുള്ളിക്കാരത്തി അതങ്ങ് വേണ്ടാന്ന് വെച്ചു. കുട്ടി പാടുമെന്നറിഞ്ഞപ്പം സാറിന് വീണ്ടും ഒരു നിർബന്ധം. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. എന്നാലും കൽക്കട്ട നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഹിന്ദുസ്ഥാനി രവീന്ദ്ര സംഗീതമൊക്കെ മറന്നൊരു ജീവിതമില്ല. അതുകൊണ്ട് സംഗീതം അറിയാവുന്ന കുട്ടിയാണെന്ന് കേട്ടപ്പോൾ കൂടുതൽ താല്പര്യം തോന്നി. അതെ അയ്യോ, ഞാനങ്ങനെ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. വെറുതെ മൂളുകയല്ലാണ്ട്. വേണ്ട, ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല. ആളെ നേരിട്ട് കണ്ടപ്പോൾ സംഗീതത്തെക്കാൾ എനിക്കിഷ്ടമായി. ടാഗോർ ഗീതാഞ്ജലി പറഞ്ഞിട്ടുണ്ട്, ജേഗാൻ ഗായത്തെ ആശ അമർ ഹോനി ഷേഗാൻ ഗാവ കേബോലി ഷൂർ ശോദ അമർ കേബോൽ ഗായത്തെ ഛ. ബംഗാളിയാ. ഈ വരികൾ നമ്മുടെ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയിട്ടുണ്ട്. ഞാൻ പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ, ഞാൻ പാടിയതില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയായി ഇപ്പൊ എന്റെ കാര്യം. ശബ്ദമില്ല, എന്തോ കണ്ട് പേടിച്ചതാ. പ്രേതോ? ആരുടെയാ? ഹരിയുടെയാ? ആഹാ. എന്താ അങ്കിളെ? ഓ അതാണോ? ഇന്നലെ രാത്രി വിൻഡോയുടെ 2 ഗ്ലാസ് ആരും എറിഞ്ഞ് പൊട്ടിച്ചു. അതിന് ഡിം ഡിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതൊന്നും ആയിരിക്കില്ല. സമാജത്തിന്റെ ഇലക്ഷനൊക്കെ എടുത്തു വരികയല്ലേ, ചന്ദ്രേട്ടന്റെയും ഗ്രൂപ്പിന്റെ പണിയായിരിക്കും അല്ലേ ആന്റി? എന്തായാലും കൊള്ളാം. ഞാൻ നോക്കുമ്പോ ഡ്രോയിങ് റൂമിന്റെ തറയിൽ കിടക്കുമായിരുന്നു. നാട്ടിലാണെങ്കിൽ വല്ല മാടിനും അടിച്ചിട്ടാന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ അങ്കിളിന് വെറുതെ തോന്നുന്ന. സ്മിതയുടെ ഒക്കെ ഫ്ലാറ്റിൽ അവള് സുഖമായിട്ട് താമസിക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ കുട്ടി ഒന്ന് കയറി കണ്ടേക്ക്. പ്രേതത്തിന്റെ പിണക്കൊക്കെ മാറുമല്ലോ.